തന്നെയാണ്. മനുഷ്യന്റെ അവസ്ഥ അതാണല്ലോ. മനുഷ്യന്റെ അവസ്ഥ അവന് പൊടി കുഴച്ച് കുതിർത്തി തേങ്ങ കെട്ടുകാണ് നല്ലൊരു പുട്ടുണ്ടാക്കിയിട്ട് അത് പുറത്തെടുത്തതിന് ശേഷം പൊടിച്ചു കളഞ്ഞാൽ പിന്നെ പുട്ടാക്കാൻ പറ്റൂല. അത് മനുഷ്യനെ കൊണ്ട് പിന്നെ പുട്ടുണ്ടാക്കാൻ പറ്റൂലല്ലോ. അത് തിന്നുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നല്ലാതെ അത് പിന്നെ പുട്ടാവില്ല. അപ്പൊ ഈ കണക്ക് കൂട്ടലാണ് അള്ളാഹ് ഇങ്ങനെ തന്നെയാണെന്നാണ് ഇവൻ വിചാരിച്ചത്. അള്ളാഹ് ഒരു മനുഷ്യനെ പഠിച്ച് പിന്നെ ദ്രവിച്ചു പോയാൽ പിന്നെ അത് മനുഷ്യനാക്കാൻ പറ്റൂല എന്നാണ് ഇവന്റെ ധാരണ. അത് അള്ളാഹും മനുഷ്യനും ഒരുപോലെയല്ലല്ലോ. അതാണ് അല്ലാഹു തആല പറയുന്നത്, വളറബ ലനാ മസലാവൻ, എനിക്ക് അവനെ പോലുള്ള ഉപമകൾ കാണുകയാണ്. മനുഷ്യ കഴിവിനെ അള്ളാഹുവിന്റെ കഴിവിനോട് അവൻ താരതമ്യം ചെയ്യുകയാണ്. അള്ളാഹിന്റെ കഴിവ് മനുഷ്യന്റെ കഴിവുകളെ പോലെയാണെന്ന് അവൻ ധരിക്കുകയാണ്. വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പ് അവൻ മറന്നുപോയത് കൊണ്ടാണത്. എങ്ങനെയാണ് അവൻ വളർന്നു വന്നത് എന്നവൻ പഠിച്ചിരുന്നുവെങ്കിൽ അവന് മനസ്സിലാകുമായിരുന്നു. രണ്ടാമത് അവനെ സൃഷ്ടിക്കുന്നത് ഇതിനേക്കാൾ എളുപ്പമാണെന്ന് മനസ്സിലാകുമായിരുന്നു. അത് മനസ്സിലാകാത്തത് കൊണ്ട് അവന്റെ സ്വന്തം വളർച്ച എങ്ങനെയാണ് എന്ന് മറന്നുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, മയ്യുഹിൽ ഇളാമ വഹിയ റമീം, എല്ലുകൾ ദ്രവിച്ചു പോയാൽ ആരാണ് അതിനെ പുനർജീവിപ്പിക്കുക? വളറബ ലനാ മസലൻ വനസിയ ഖൽഖാ, വളറബ ലനാ മസലൻ, എനിക്കവൻ മസല് കാണുകയാണ്, ഉപമ കാണുകയാണ്. വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നു പോവുകയാണ്. ഖാല, എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, മയ്യുഹിൽ ഇളാമ വഹിയ റമീം, ഏത് പടച്ചവനാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഏത് പടച്ചവനാണ് എല്ലുകൾ ദ്രവിച്ചു പോയാൽ രണ്ടാമത് പടക്കാൻ കഴിവുള്ളവൻ? ഖുൽ, നബിയെ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, ആദ്യം ആരാണോ ആ എല്ല് പടച്ചത് ആ അല്ലാഹു രണ്ടാമതും പടക്കാൻ കഴിവുറ്റവനാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാ വിധത്തിലുള്ള സൃഷ്ടിപ്പിനെ കുറിച്ചും അറിയുന്ന നല്ല തന്ത്രജ്ഞനായ സൃഷ്ടാവാകുന്നു. അവന് സൃഷ്ടിപ്പിന്റെ സർവ്വ ടെക്നോളജിയും അവൻ അറിയും. നിങ്ങളെ പോലെയല്ല, നിങ്ങൾക്കൊരു പുട്ടുണ്ടാക്കാനല്ലേ അറിയൂ. അല്ലാഹു തആലാക്ക് അങ്ങനെയല്ല, സർവ്വ സൃഷ്ടിപ്പിന്റെ ടെക്നോളജിയും അല്ലാഹു തആലാക്ക് അറിയും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മനുഷ്യനെങ്ങനെയുള്ള എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവില്ലല്ലോ. എത്ര ആൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയും? ഈ കൂട്ടത്തില് എല്ലാം എനിക്കറിയുന്ന പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാവുമോ? ഓരോരുത്തർക്കും ഓരോന്നറിയും. ചിലർക്ക് ചോറുണ്ടാക്കാൻ അറിയും, ചിലർക്ക് കാറുണ്ടാക്കാൻ അറിയും. അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അള്ളാഹ് അങ്ങനെയല്ല. അല്ലാഹു തആലക്ക് എല്ലാ സൃഷ്ടിപ്പിന്റെ ടെക്നിക്കും അല്ലാഹു തആലക്ക് അറിയും. അതുകൊണ്ട് യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, ആദ്യം എല്ലിനെ പടച്ച അള്ളാഹ് തന്നെ രണ്ടാമതും അത് പടക്കുക തന്നെ ചെയ്യുമെന്ന് തങ്ങൾ മറുപടി പറഞ്ഞേക്കണം. എത്ര കറക്റ്റാണ് അള്ളാഹിന്റെ മറുപടി അല്ലേ? ഒറ്റ വാക്കിൽ തീരാനുള്ള പ്രശ്നം. തോനെ തർക്കിച്ച നേരം കളയണമെന്നില്ല. എന്തിട്ട് ചോദിച്ചാലും, നിഷേധികൾ എത്ര ചോദ്യങ്ങൾ വന്നു തീര്, എന്ത് ചോദിച്ചാലും അല്ലാഹു തആല ഒറ്റ മറുപടിയാണ് പറയാണ്. അതോടുകൂടി ആ പ്രശ്നമാണ് തീരും. എങ്ങനെയാണ് ഈ ദ്രവിച്ചു പോയ എല്ലൊക്കെ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ, ശരി, നമ്മളാണെങ്കിൽ മറുപടി പറയാൻ കുറച്ച് കുടുങ്ങും. പറയുമ്പോൾ തന്നെ ഈ എല്ലുകൾ ഇപ്പൊ എങ്ങനെ ഇട്ടിട്ട് പെറുക്കിയെടുക്കണ്ടേ? ഈ ഭൂമിയിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അതിന്റെ ശാസ്ത്രീയത പറയണം. അതൊക്കെ വലിയ പ്രയാസമല്ലേ? ഒന്നും വേണ്ട. അല്ലാഹു തആലക്ക് ഒറ്റ മറുപടിയുള്ളത്, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, ആദ്യം ആരാണ് എല്ല് പടച്ചത് ആ അല്ലാഹ് രണ്ടാമതും പടക്കും. കാരണം രണ്ടാമത് പടക്കൽ ബുദ്ധിമുട്ടല്ല, ആദ്യത്തെ പടക്കലാ ബുദ്ധിമുട്ട്. കാരണം ആദ്യത്തെ പടക്കൽ എവിടെയോ അറിയോ? ഗർഭപാത്രത്തിലാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കാരണം ഈ പെണ്ണ് അറിയാതെ പടക്കണ്ടേ. ഒരു ഗർഭപാത്രത്തിൽ ഭ്രൂണം വന്നാല് അത് ഈ അരികിൽ ഇങ്ങനെ, ഒരു ഗർഭപാത്രത്തിന്റെ അരികിൽ ഇങ്ങനെ സാധുവായി പറ്റി പിടിച്ച് നിൽക്കുക കുറച്ചു കാലം, ഒരു 10-40 ദിവസം. അത് കഴിഞ്ഞാൽ അതിങ്ങനെ വികസിച്ചു വന്നിട്ട്, അതൊക്കെ ഇതിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വികസിച്ചിട്ട് അതൊരു അലക്കത്തോ ഒരു രക്തകട്ടനമാണ്. അപ്പോഴൊന്നും ഒന്നുമില്ലേ. ആ സമയത്ത് നിങ്ങൾ ഗർഭപാത്രം ഒന്നായിട്ട് പുറത്തെടുത്ത് നോക്കിയാലും എല്ലിന്റെ ഒരു അംശം പോലും കാണൂല. എല്ല് നല്ല ഒരു പൊടിയും കാണില്ല, ഒരു സംഗതിയിലും ഉണ്ടാവില്ല, ഒരു മണൽത്തിരി പോലും ഉണ്ടാവില്ല. ശരിക്കും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് കഴിഞ്ഞിരുന്ന പിന്നത്തെ 40 ദിവസം കഴിയുമ്പോൾ അത് അലക്കത്തോ മുളുകത്തോ മാംസത്തിന്റെ സെല്ലുകൾ ഇങ്ങനെ ഉണ്ടാവാൻ തോന്നും. മാംസമാണ് ഉണ്ടാകുന്നത്, അപ്പോഴും എല്ലല്ല. സുമ്മ കസൗനൽ ഇളാമ ലഹ്മ, പിന്നെയാണ് ഈ 3-40 കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ ഇറച്ചിന്റെ ഉള്ളിലാ എല്ലുണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ മുകളിൽ ഒരു ദ്രാവകമുണ്ട്, അതിന്റെ പുറത്ത് ഗർഭപാത്രത്തിന്റെ ആവരണമുണ്ട്, അതിന്റെ പുറമെ ആ ഗർഭപാത്രം സുരക്ഷിതമായി നിൽക്കാൻ വേണ്ട കുറെ സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇതിന് പുറത്ത് നിറച്ച് വയറുകളാണ്, ഞരമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇതിന് പല സാധനങ്ങളും കൊടുക്കേണ്ടി വരുമല്ലോ. എല്ലാം രക്തം വേണം, പിന്നെ പോഷക മൂല്യങ്ങൾ വേണം, പാല് കിട്ടണം, ശ്വാസം കഴിക്കാനുള്ള ഓക്സിജൻ കിട്ടണം, ഇതിലൊക്കെ ഓരോരോ കുഴലുകൾ ഉണ്ടാവും. അങ്ങനെ
ആയിരക്കണക്കായ കുഴലുകൾ അതിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കെട്ടിപ്പണിഞ്ഞാണ്ട് കിടക്കുന്നുണ്ടാവും. അത് ശരിക്കെടുത്തുകാണ്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കണം നിങ്ങൾ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ഉയർന്നു നിൽക്കുന്ന വയറല്ലേ കാണാൻ പറ്റുള്ളൂ, അതിന്റെ ഉള്ളിലുള്ള എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലോ. അതിന്റെ ഒക്കെ പുറമെയാണ് പിന്നെ ഈ വയറിന്റെ പേശികൾ, അതിന്റെ പുറത്താണ് ഈ തോല്. ഇതൊക്കെ ഉള്ള ഒരു ഗർഭ ഉള്ള സ്ത്രീന്റെ ഉള്ളിലേക്ക് എങ്ങനെ ഈ എല്ലേറ്റ് പോകുന്നത്? ഈ പെണ്ണ് അറിയുന്നതിനല്ല. ഏതെങ്കിലും ഗർഭമുള്ള പെണ്ണുങ്ങൾ പറഞ്ഞ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ ഉറക്കത്തിൽ ഒരു എല്ല് കൊണ്ടു വെക്കുന്നത് കണ്ടു, എന്നിട്ട് അതിന്റെ ഉള്ളിൽ എല്ല് വരച്ചില്ല അള്ളാഹു താല. ഈ അള്ളാഹു താലാക്ക് ഇനിയിപ്പോ ഇത് പടക്കാൻ വല്ല പ്രയാസമുണ്ടോ? ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ എല്ല് പടച്ചവൻ സാധിക്കൂല. ഒരു 40 അല്ലെങ്കിൽ ഒരു 80 ദിവസം പ്രായമായ ഒരു കുഞ്ഞുള്ള ഒരു ഭ്രൂണമുള്ള ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു എല്ല് നിക്ഷേപിക്കണമെന്ന് ഡോക്ടർ വിചാരിച്ചാൽ നടക്കുമോ? ഈ പെണ്ണറിയാതെ അതിന്റെ ഉള്ളിൽ ഒരു സൂചി കയറ്റാൻ കഴിയോ? സാധിക്കൂല. ഈ സ്ത്രീ അറിയാതെ അതിന്റെ ഉള്ളിലേക്ക് ഒരു സൂചി കയറ്റാൻ കഴിയോ? സാധിക്കൂല. ഇതല്ലേ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ എല്ല് പടച്ച അല്ലാഹു തആലക്ക് 22ാമത് പടക്കണം എന്ന് വിചാരിച്ച വല്ല പ്രയാസം ഉണ്ടാവോ? അല്ലാഹു തആല പറയാൻ നിങ്ങളുടെ ഏത് ന്യായവാദങ്ങൾക്കും അല്ലാഹുവിന് കൃത്യമായ മറുപടിയുണ്ട്. അല്ലാഹു പറയുന്നു, ആദ്യം ആരാണോ അതിനെ പടച്ചത് ആ അല്ലാഹു തന്നെ രണ്ടാമതും പടക്കുമെന്ന് ഖുൽ, നബിയെ തങ്ങളവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഓർക്കണം, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ ചോദ്യവും ഉത്തരവും ഉണ്ടാകുന്നത്. ആധുനിക ലോകത്തല്ല, അന്ന് കൃത്യമായിട്ട് പറഞ്ഞ മറുപടിയാണിത്. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. അല്ലാഹു ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? الذي جعل لكم من الشجر الأخضر نارا, പച്ച മരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്ന അള്ളയാണത്. പറഞ്ഞൂടെ നിങ്ങൾക്ക്? പച്ച മരത്തിൽ നിന്ന് അഗ്നി പടച്ചു തന്നവനാണ്. فإذا أنتم منه توقدون, ഇപ്പോൾ നിങ്ങൾ അതാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും? പച്ചമരം ശരിക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ പച്ചമരം കത്തും അല്ലേ? പച്ച റബ്ബറുടെ അടുപ്പത്ത് കൊണ്ടുപോയി കത്തൂലേ? എന്തൊരത്ഭുതമാണ്! ഈ പച്ചയും തീയും തമ്മിൽ പരസ്പരം ഒരിക്കലും യോജിക്കാത്തതാണല്ലോ. നമ്മുടെ സാധാരണ കണക്കൂട്ടൽ ഉണങ്ങിയാലാണ് കത്തുകയെന്ന്. പക്ഷെ പച്ചമരാണ് കത്തുന്നത്. പച്ചമരങ്ങൾ കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊരർത്ഥത്തിൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്ക്. നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഈ പ്രകൃതിവാതകം, നേച്ചുറൽ ഗ്യാസ്. ഇതെങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയോ? ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണ് ഈ ഗ്യാസ്. ഗ്യാസ് കുഴിച്ചെടുക്കുന്നത് എത്രയോ അഗാധമായ ഭൂമിയുടെ അടിയിൽ നിന്നാണ്. പെട്രോൾ കുഴിച്ചെടുക്കുന്ന പോലെ തന്നെ ഇന്ന് ആ ഗ്യാസ് ഇന്ധനാണ്. ഒരു വഖൂദ് എന്ന് അതിന് പറയാം. തൂക്കതു എന്ന് പറഞ്ഞാൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം. ഇന്ന് ഗ്യാസ് കത്തിക്കപ്പെടുകയാണ്. എങ്ങനെ ഗ്യാസ് ഉണ്ടാകുന്നത്? ഭൂമിക്കടിയിൽ ഗ്യാസ് ഉണ്ടാകുന്ന ഉരുളങ്ങിഴങ്ങ് നിന്നിട്ടല്ല. നമ്മൾ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമാണ്. ഉരുളങ്ങിങ്ങും പരപ്പൊക്കെ തിന്നിട്ട് ഭൂമിക്കടിയിൽ ഗ്യാസിന് ഏതോ പുരാതന കാലത്ത് ഭൂമിയിലുണ്ടായ ചേഞ്ചാണ്. ആ ചേഞ്ചിൽ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ കൂട്ടത്തിൽ ഉപരിതലത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ അതുപോലത്തെ ഈ ജൈവ വസ്തുക്കളൊക്കെ ഭൂമിക്കടിയിലേക്ക് പോകാണ്. പച്ചയായ സാധനങ്ങൾ, ജൈവ വസ്തുക്കൾ. അത് മാറിപ്പോകുന്നിട്ട് അവിടെ പിന്നെ എന്തെങ്കിലും ചെളിയാവും, അല്ലെങ്കിൽ കടലാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും. ഭൂമിയിൽ ഒമ്പിച്ച മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ വളരെ കുറഞ്ഞ കാലല്ലേ ഈ ഭൂമി കണ്ടിട്ടുള്ളൂ. ഇതിന് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം അനുസരിച്ച് 650 കോടി വർഷമാണ് ഭൂമിയുടെ പഴക്കം. അത് ഈ 650 കോടി വർഷം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊന്നുമല്ലല്ലോ അത്. അത് ഈ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോയി ഭൂമിയിൽ ഒമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന്മാരുണ്ടാകാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ കാലമായിട്ടുള്ളൂ. അപ്പൊ ഈ ചേഞ്ചിൽ എത്രയോ കരകൾ കടലായി പോയതും കടല് കരയായി പോയതും പർവ്വതങ്ങൾ കുഴികളായി പോയതും കുഴികളിൽ നിന്ന് പർവ്വതങ്ങൾ ഉണ്ടായതും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഉണ്ടായ ചേഞ്ചാണ് ഭൂമിക്ക് ഉപരിതലത്തിലുണ്ടായിരുന്ന ജൈവവസ്തുക്കൾ ഭൂമിക്കടിയിലേക്ക് പോയത്. അത് ഭൂമിക്കടിയിൽ ഒരുപാട് കാലം അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്നാൽ സ്വാഭാവികമായിട്ടും അതിൽ വമ്പിച്ച രാസപ്രവർത്തനങ്ങൾ നടക്കും. ആ രാസപ്രവർത്തനങ്ങളിൽ നിന്നാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിക്കടിയിലുള്ള ഈ ജൈവവസ്തുക്കൾ ഗ്യാസായിട്ട് മാറിയത്, നേച്ചുറൽ ഗ്യാസായിട്ട് മാറിയത്. അതാണ് ഇപ്പോ കുഴിച്ചെടുക്കുന്ന. അല്ലാഹു തആല ഓരോരുത്തർക്ക് ഓരോ അനുഗ്രഹം കൊടുത്താണ്. UAE-യിലും ഒമാനിലൊക്കെ അത് ഇഷ്ടംപോലെ കുഴിച്ചിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് കുഴിച്ചിട്ട് കരിമ്പാറ കിട്ടുന്നത് ഇവിടെ. അവർക്ക് കിട്ടുന്നത് ഗ്യാസും പെട്രോളും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഒരു കാലത്ത് ജൈവവസ്തുവായിരുന്ന ആ പച്ച